ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുമാ വ്ളോഗ്സിൻ്റെ ഒരു ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? വിഷുവൊക്കെ എല്ലാവരും അടിച്ചു പൊടിച്ചോ? കൈ നിറയെ കൈനീട്ടമൊക്കെ കിട്ടിയോ? പുത്തൻകോടിയൊക്കെ കിട്ടിയോ? അപ്പം വിഷു എന്ന് പറയുന്നതൊക്കെ, വിഷു ഓണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരു എന്നാ പറയുന്നത് ഒരു സന്തോഷകരമായ ദിവസങ്ങളാണ് അല്ലേ, ഒരു ഉത്സവം ഓണക്കാണ് അല്ലേ. അപ്പം എല്ലാവർക്കും ആഘോഷിക്കാനൊക്കെ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മളും കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ അങ്ങ് ആഘോഷിച്ച് ഇതാക്കി. ആഘോഷമൊന്നും ഇല്ലാണ്ട് എന്നാലും ചെറിയ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ എന്നാ പറയുന്നത്, ശ്രീകുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടൻ കൊണ്ടുവന്ന് ചേട്ടായിക്കും എനിക്കും കൊണ്ടുവന്ന് കൈനീട്ടമൊക്കെ തന്നിട്ടാണ് പോയത്. ഇത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ 3 പേരും വന്നു. കല്യാണിയും ആര്യനും അനശ്വരമോളും. ഈ പ്രാവശ്യം ചിന്നനെയും കണ്ണനെയും കണ്ടില്ല. അമ്പലത്തിൽ പോയിട്ട് അതുവഴി ചേട്ടയുടെ കടയുടെ ഇലയിൽ എന്നായിരുന്നു പറഞ്ഞു. അപ്പോൾ ചേട്ടായി കൈനീട്ടമൊക്കെ കൊടുത്തായിരുന്നു പറഞ്ഞു. എന്നാണോ വെയിൽ കാരണമായിരിക്കും ചിലപ്പോൾ ഇറങ്ങി വരാഞ്ഞത്. എന്നാണോ ഇറങ്ങി വന്നില്ല പിള്ളേർ, അവർക്ക് മാത്രം കൊടുത്തില്ല, അത് ഇവിടെ കാണാഞ്ഞതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വിഷുവൊക്കെ അങ്ങോട്ട് ഒരു സ്മൂത്തായിട്ട് അങ്ങ് കടന്നുപോയി അല്ലേ. ഇനിയിപ്പോൾ അടുത്ത വർഷം വരെ നമ്മൾ കാത്തിരിക്കണം അല്ലേ, നമ്മുടെ വിഷുവിൻ്റെ ആ വിഷുക്കണി ഒരുക്കണം. അല്ലാണ്ട് ഇടയ്ക്കൊന്നും നമ്മൾ കാണുന്ന ഒരു സംഭവം അല്ലല്ലോ വിഷുക്കണിയൊക്കെ. പിന്നെ ഇന്ന് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം നല്ല ഭംഗിയായിട്ട് ഒരുക്കി, പറയാതിരിക്കാൻ പറ്റില്ല, രാധയും കൃഷ്ണനെയും ഒരുക്കിയൊക്കെ വെച്ച് ഭയങ്കര ഒരു ചൈതന്യവും നല്ല വിഷുക്കണിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി മനസ്സ് തൃപ്തിയായിട്ട് സന്തോഷമായിട്ട് കണ്ടു. അവൾക്ക് തന്നെ ഇപ്പുറത്തെ അമ്പലത്തിൽ വന്നപ്പോഴും കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല ഭംഗിയായിട്ടൊക്കെ കണ്ടു. അതുകൊണ്ട് മനസ്സിനൊക്കെ ഒത്തിരി സന്തോഷമായിട്ടൊക്കെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ചേട്ടായി ശ്രീകുട്ടനും ഒക്കെ കൂടെ അടങ്ങിയ ഒരു വീഡിയോ ആണ്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും ഇനി ഒരു കുറച്ച് ദിവസങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അത് കഴിയുമ്പോൾ കുക്കിംഗ് വീഡിയോസിലോട്ടൊക്കെ പോകാം. ഇപ്പോൾ ഒത്തിരി ദിവസമായി അല്ലേ നമ്മൾ സത്യം പറഞ്ഞാൽ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചെയ്യുന്നതൊക്കെ എടുക്കാം കേട്ടോ. ഈ ചൂട് കാരണം സത്യം പറഞ്ഞാൽ വെള്ളം കുടിച്ച് മനുഷ്യരുടെ ആഹാരം ഇത് വേണ്ട വാസ്തവത്തിൽ. അതുകൊണ്ടുണ്ടല്ലോ അത് തന്നെ ഒരു നാഴി അരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ടൊക്കെയാണ് ചോറ് തരുന്നത്. എന്നെ ചെയ്യാനാ, ചോറ് ഞാൻ അങ്ങനെ അധികവും കഴിക്കുന്നില്ല. പിന്നെ ചേട്ടായിക്ക് മാത്രം മതി. പിന്നെ എന്തെങ്കിലും കാപ്പിക്ക് ഉണ്ടാക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം കഴിക്കുന്നു. അതുകൊണ്ടൊക്കെ ഈ ഫുഡ് ഉണ്ടാക്കിച്ച് ഇപ്പം വളരെ കമ്മി എന്ന് പറയാം. ചേട്ടായി വൈകിട്ട് ഒരു നേരം മാത്രമല്ലേ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത്, ബാക്കി അവിടെ നിന്നല്ലേ, കടയിൽ നിന്നല്ലേ. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇപ്പം കുറേ ആയിട്ട് നമ്മുടെ വീട്ടിലോട്ട് ഗസ്റ്റുകളും ഒന്നും ആരിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഉത്സാഹമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്ങിണിക്കുട്ടിക്ക് എല്ലാ പ്രാവശ്യവും വിഷുവിന് ഒന്നെങ്കിൽ അവർ വിഷുവിന് കുറച്ച് ദിവസം മുമ്പേ വരുമ്പോൾ വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു വിടുന്നത്. ഈ പ്രാവശ്യം ഒത്തിരി കുറേ ദിവസങ്ങൾക്ക് മുമ്പേ അല്ലേ വന്നത്. അപ്പോൾ അതൊരു വിഷു കൈനീട്ടം അത് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. കൊച്ചു പോയപ്പോൾ കൊച്ചിന് ഇച്ചിരി പൈസ കൊടുത്താൽ വിട്ടത്. അത് കൈനീട്ടത്തിൽ ഉൾപ്പെടുത്തുകയൊന്നുമല്ല. പക്ഷേ അവൾക്ക് കൈനീട്ടം കൊടുക്കാത്തതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ അത് നമ്മൾ കൈനീട്ടമായിട്ട് അവൾക്ക് നല്ലൊരു ഇതായിട്ട് തന്നെ ഞാൻ എന്തെങ്കിലും അങ്ങ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതങ്ങനെ തന്നെ. രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ചുമന്ന ബ്ലൗസും ഒക്കെ ഇട്ട് സുന്ദരി പറയാമയായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ പരിപാടി എന്നാന്ന് വെച്ചാൽ വീഡിയോ കോൾ വിളിക്കുമ്പോണ്ടല്ലോ അവളുടെ വീട്ടിലുള്ള സംഭവങ്ങളെല്ലാം കൊണ്ട് കാണിച്ചു തരിക. ഇന്നലെ വൈകിട്ടാണ് വിളിച്ചപ്പോഴത്തേനും ചേട്ടനെ കൊണ്ടുകൊണ്ട് പാപ്പു എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കൊണ്ടുപോയി അവളുടെ അപ്പച്ചനെ കൊണ്ട് കാണിച്ച്, വിഷ്ണുവിൻ്റെ അച്ഛനെ കൊണ്ട് കാണിച്ചിട്ട് അപ്പച്ചാ പാപ്പു അങ്ങനെ അവിടെ എല്ലാ സാധനങ്ങളും കാണിച്ചു തരാൻ പരിപാടി. ഇവിടെ വന്നിരിക്കുമ്പോഴാണ് അവിടെ അമ്മയും അച്ഛനും വിളിക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ സാധനങ്ങളെല്ലാം കൊണ്ട് കാണിച്ചു കൊടുക്കുക പരിപാടി. അങ്ങനെ അപ്പോൾ കൊച്ചിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സാധാരണ വിഷുവിനൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴോ ഒക്കെ ഇങ്ങോട്ട് വരുമോ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അവരും ഇച്ചിരി ഇതൊക്കെ ആയതുകൊണ്ട് ഉടനെ വരുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും വരുമ്പോൾ നമുക്ക് അവൾക്കുള്ള വിഷു കൈനീട്ടം കൊടുക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവൾക്കുള്ള വിഷു കൈനീട്ടം ഞങ്ങൾ വിചാരിക്കും ചേട്ടായും ഞങ്ങളുടെ വീട് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയ വിഷു കൈനീട്ടം എത്ര രൂപയുണ്ടെന്ന് അമ്മൂനോട് ചോദിച്ചിട്ട് അതിൻ്റെയൊക്കെ കൂടെ നമ്മുടെ വിഷു കൈനീട്ടം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു കുഞ്ഞ് സമ്മാനം മേടിക്കാൻ പറയാം അല്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ പിന്നെ അമ്മയുടെ അടുത്ത് കഴിഞ്ഞ ദിവസം കയറിപ്പോയി വിഷു കൈനീട്ടമൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. ഇന്ന് എന്നാൽ സന്തോഷം സിന്ധുവൊക്കെ വിളിച്ചിട്ട് കയറിപ്പോണം നോക്കി. പക്ഷേ ചേട്ടായി വന്നപ്പോഴത്തേനും സമയം 2 മണി കഴിഞ്ഞ് 2-2:30 ആകാറായി കടയിൽ നിന്ന്. പിന്നെ ഭയങ്കര എരിപൊരിയ വെയിലായിരുന്നു. ചേട്ടായി അപ്പുറത്തെ കടയിലും ഞാൻ ഇപ്പുറത്തെ കടയിലും കയറി കിടന്നത് കേട്ടോ. പിന്നെ അനശ്വരപ്പോഴും അത് കല്യാണിയൊക്കെ കൂടെ വന്ന് വിളിച്ചെടിയിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ പോകാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇന്ന് പോയില്ല, അങ്ങോട്ട് കാരോട്ട് കയറി പോയില്ല. അപ്പം എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കുടുംബങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും ഇങ്ങനെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ ഉള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ വിഷു. അടുത്ത പ്രാവശ്യം ദൈവം അനുഗ്രഹിക്കട്ടെ ഭഗവാനോട് നമുക്ക് പറയാം. അടുത്ത വർഷം ഞങ്ങൾക്ക് നല്ല രീതിയിൽ കണി കാണാനും ഒക്കെ ഉള്ള അവസരം തരണേന്നല്ലേ. ഇന്ന് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇതേണ്ട വേലി വെട്ടുന്നുണ്ട് കേട്ടോ. വേലി എല്ലാം കണ്ടമാനം കിളുത്തായിരുന്നത് കണ്ടോ. ഇനി വെട്ടിയെടുത്തേ ഉള്ളടാ, ബാക്കി എൻ്റെ പരിപാടിയാണ്.
എന്നാലും വെട്ടിത്തരും. വെട്ടാൻ ഈ ഇത് കത്രിക വെച്ചേ 2 കപ്പളത്തുനിന്ന് കിളുത്ത് വരുന്നുണ്ടാ. ഞാൻ പറിച്ച് കളഞ്ഞില്ല, കുഴപ്പമില്ല. അവിടെ നിന്നാലും ഇവിടെ വരണം. ശ്രീകുട്ടൻ വന്നു കേട്ടോ. ഒന്ന് കറങ്ങാറങ്ങി സന്ദർശനം, ഭവന സന്ദർശനം. അല്ല, ഉച്ച കഴിഞ്ഞ് കൈനീട്ടം ഇല്ല, ഉച്ച വരെയല്ലേ ഉള്ളു വിഷു. അതാരാ ഉദ്ദേശിച്ചത് അത് അറിയത്തില്ല, വേണ്ട തൊട്ട് കാണിക്കാം. അയ്യോ, കൈനീട്ടത്തിന്റെ കാര്യം എങ്ങനെ പറയും? 500 തന്നിട്ടുണ്ട്. എന്റെ ദൈവം, നാളെ 9 മണി കഴിഞ്ഞ് തിരിച്ചു കൊടുക്കണം. എന്റെ ദൈവമേ, 3 കോഴിക്കുഞ്ഞിനെ കൊടുത്തായിരുന്നു. അപ്പൊ വലുതായെന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നാ. ഒരെണ്ണം പോയി, ഒരെണ്ണം പിറ്റേ ദിവസം പോയി. അത് പിറ്റേ ദിവസം തന്നെ പോയി. അതിനാന്ന് വെച്ചാൽ അതിന്റെ പൊത്തി കൂടെ ഇറങ്ങായിരുന്നു നേരെ. പിന്നെ വലുതായിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ വെച്ചേക്കുന്നതല്ല, ഇച്ചിരി കൂടെ മാറ്റിയൊക്കെ സെറ്റാക്കി വെക്കണം. നാളെ എനിക്ക് പണിക്കാറുണ്ട്. എനിക്ക് 2-3 ദിവസത്തെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വേണം. അത് 2-3 കമ്പ് സെറ്റാക്കി വെക്കാൻ പറഞ്ഞു. 4 കമ്പ് തൂണ് ശരിയാക്കി വെക്കാൻ. അത് കഴിയുമ്പോൾ അവൻ സെറ്റാക്കി തരാന്ന് പറഞ്ഞു കേട്ടോ. അയ്യോ, പിന്നെ നല്ലല്ലേ ഇന്നാള് വളർത്തിട്ട് നല്ല സൂപ്പറായിട്ടല്ലേ ഏട്ടായി. കോഴി കൂവാൻ തുടങ്ങുമ്പോ ചിലതൊക്കെ വരും. എന്നാ ഉണ്ട് വിശേഷം? ചട്ടിയില്ല പച്ചക്കപ്പ മേടിച്ചാലോ എന്നൊക്കെ ചോദിക്കും. അല്ല, ഇപ്പൊ ശ്രീകുട്ടനോട് പറയാടാ ഒരു നാടൻ പൂവിനെ തൊടാന്ന്. എന്റെ പൊന്ന് ചെന്നിട്ടപ്പ കീന്ന് കാണാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിനെ വറുത്താൻ വളക്കാൻ പോയി കിടക്കും. എന്റെ ദൈവമേ മതി. കോഴിത്തീറ്റ മേടിക്കാൻ കട കയറുമ്പോ എല്ലാം പറയാം, കുഞ്ഞുങ്ങളെ തരണം, കുഞ്ഞുങ്ങളല്ല കോഴിയെ തരണം, പൂവൻ കോഴിനെ. എനിക്കല്ലേ കോഴി ഇത്ര ആയുള്ളൂ. ഈയിടെ എല്ലാം വർഷം ഈ കഴിഞ്ഞ ദിവസം എല്ലാം ചോദിച്ചോണ്ട് കിടപ്പണോ നാടൻ കോഴി ഉണ്ടോ, ഈസ്റ്ററിന്റെ സമയത്ത് മേടിക്കാൻ വേണ്ടി. അതെ, പക്ഷെ ഈ മറ്റേ വെള്ളക്കോഴി മാതിരിയായിരുന്നേ നാടൻ കോഴി നല്ല. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം മുറിച്ചാ അത് കഴിഞ്ഞ് ഇങ്ങനെ നിന്നേ ആടെ അമ്പിളിമാ വന്നിരിക്കുന്നു. ഞാൻ നട്ട സാധനമാണ്. അയ്യോ, ഞാൻ എല്ലായിടത്തും അവിടെ ഇവിടെ നട്ടു വെക്കും. ഇവിടെ നട്ടാണ് ഇത്. അതും അതെ പോയി സത്യം. പൂ കഴിയുമ്പോ മുറിച്ചു വിടുവാണെങ്കിൽ അത്രയും വെച്ച് കയ്യാലക്ക് എന്തായാലും ദോഷമല്ലേ, കയ്യാല കെട്ട് പൊട്ടു. ആണ്ടാ ടോസിനെടുത്താൽ മൊത്തം പൊട്ടി. അങ്ങോട്ട് ഇറങ്ങുന്നവരുടെ കയ്യാല മൊത്തം അത് കോൺക്രീറ്റ് ചെയ്ത് വാർത്ത കൊണ്ട് കെട്ടിയിരുന്ന. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വെച്ച് വെട്ടി വിട്ടതാ, അത് കഴിഞ്ഞ് എടുത്തത്. പക്ഷെ രാവിലെ 2 നിൽക്കുന്നതാണ് നല്ല രസമാടാ. രാവിലെ നല്ല രസമാണ്. ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ചേട്ടായി ഇത് വെട്ടാൻ പോയത്. ഒറ്റ ദിവസം ഒഴിച്ചില്ല. വീട്ടിൽ ഞാൻ ഒരാളോട് പറഞ്ഞു ചെടിയൊക്കെ നടണം, പോസ്റ്റ് ചെയ്യാൻ ചെയ്തിരുന്നു. വനം പോലെ പക്ഷെ നല്ല രസമുണ്ട് ആ വയൽ 2 കാണാനായിട്ട്. ഞാൻ അതിന്നാ കണ്ടേ മറ്റേ ആ ഇതിട്ടേക്കുന്ന അവരുടെ ഫോട്ടോയ്ക്കകത്ത്. വെള്ളമില്ല എടാ, ചെടിയും പൂവും ഒക്കെ കാണുമ്പോൾ ബട്ടർഫ്ലൈയും ഇഷ്ടംപോലെ പൂമാറ്റം വരും രാവിലെ വരികയല്ലേ. ഇവിടെ അതെ, രാവിലെ എണീറ്റ് ഒരു 10 മണി വരെ സിറ്റോട്ടിരിക്കാൻ എന്നാ കാഴ്ച അറിയാം. ചുണ്ട് നീളമുള്ള ഒരു സൈസ് കുഞ്ഞി കിളിയുണ്ട്. ആ ചെടിയെ മൊത്തം വന്ന് ഓരോ പൂവിൻ്റെയും തുളക്കുളത്തേം കുടിക്കും. നല്ല രസം കാണാൻ. ഒരു പോസിറ്റീവ് എനർജി തന്നെ വരും. ഇങ്ങോട്ട് ഷെഡിൽ കയറ്റിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നേരെയാക്കി. എന്നിട്ട് ഇതിനകത്തോട്ട് കയറ്റിയിടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതാണ്ട് ഒരു റൗണ്ട് കൂടെ പോട്ട് വരട്ടെ അപ്പച്ചീന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവാണ് കേട്ടോ. എല്ലാവരും പഠിക്കട്ടേന്നേ, നമുക്കോ ചാൻസ് കിട്ടിയിട്ടില്ല. ദൈവമേ കാത്തോക്കണേ. അല്ലേ, അവള് താഴെ അങ്ങ് റോഡിൽ വരെ കൊണ്ടുപോയി. ചിപ്പിങ് കിച്ചും അത്യാവശ്യം ഓടിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ കൊണ്ടുപോയി താഴെ അങ്ങ് കാക്കത്തോട് വരെ ഒന്ന് കൊണ്ടുപോയി കറങ്ങിയിട്ട് തിരിച്ച് കയറി വരും. അതിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓടിക്കാനായിട്ട്. നല്ല കാര്യമല്ലേ. അവിടെ റോട്ടി വണ്ടി ഇപ്പൊ എപ്പോഴും പരിപാടി. അത് ആണായിട്ടാണ് എനിക്ക് കണ്ടത്. സിന്ധുവിൻ്റെ അത് പെണ്ണായിട്ടാണ്. നാളെ കണ്ണു ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല കണ്ണാട്ടി മേടിച്ചു നോക്കാം. ആദ്യമേ പോയി. എടി സിന്ധു, നിന്റെ വണ്ണം കുറയാൻ ഇതൊക്കെ മതി. എടി താഴെ വെച്ച
എന്റെ ദൈവമേ, ഞാൻ മഴ വരുന്നിടത്ത് പോകാൻ തുടങ്ങി. എനിക്ക് അതൊക്കെ ശിക്ഷയായത്. കാറ്റ ഇതായിട്ട് സിന്ധു അടങ്ങിയിട്ട് ഞാനൊരു 10 ദിവസം കളിച്ചായിരുന്നേ. 10 കേക്ക് അത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം നിർത്തി. ആദ്യത്തെ ഒരു 10 ദിവസം എല്ലാം കളിയായിരുന്നു. 1 മണിക്കൂർ ഇറങ്ങുന്നു, 10 മിനിറ്റ് കളിക്കുന്നു. പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ പിള്ളേർ കുഞ്ഞിലെ കളിച്ചത്. അപ്പുറം താമസിച്ചു ചെറിയ മത്സരമാണ്. അമ്മമാരോട് ആര് ജയിക്കും ആര് തോക്കുമെന്ന് കണ്ടറിയാം. അയ്യോ അതെ. ഞാനോർത്ത് എന്നെ തോപ്പിച്ച കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ചെറുക്കനോടും നേരിടാനുള്ള തന്നേരമുണ്ടത്. അയ്യോ വണ്ണം കുറേ സൂപ്പറാണ് കേട്ടോ. ഭയങ്കര നല്ല കാർമേഘമായി കേട്ടോ. പക്ഷെ മഴ മാറി മാറി പോവാൻ തോന്നുന്നു. പെയ്യുമോന്ന് അറിയത്തില്ല. ആശുപത്രി പിടിക്കലൊക്കെ മഴയാന്ന് തോന്നുന്നേ കാക്കത്തോടൊക്കെ. ദൈവമേ, ഞാൻ സിറ്റി ചെല്ലുന്നതിന് മുമ്പേ മഴ പെയ്യുമോ? വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അയ്യോ, ഞാൻ അതാ പറമ്പിൽ പോയെന്ന്. അത് കാറ്റുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം അല്ലേ. പിന്നെ ഇപ്പം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയുണ്ടല്ലോ, അബ്ദുൾ റഹീമിൻ്റെ അല്ലേ വാർത്ത. എല്ലാവരും കണ്ടിട്ടില്ലേ? 18 വർഷമോ അങ്ങാണ്ട് ജയിലിൽ കിടന്ന് അല്ലേ നരകയാതന അനുഭവിച്ച്. ഇപ്പം ഈ പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ ആടുജീവിത സിനിമ പോയി കണ്ടിട്ട് വന്ന പിന്നെ പ്രവാസികളുടെ അല്ലെ ഇങ്ങനെ പെട്ടുപോകുന്നവരുടെ അവസ്ഥ. ചിലപ്പോൾ നമ്മൾ ഒരു തെറ്റും ചെയ്യാണ്ടായിരിക്കും ജയിലിൽ കിടക്കുന്നത്. ആ മനുഷ്യൻ്റെയൊക്കെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. 18 വർഷമായിട്ട് വീട്ടിലോട്ട് വിളിക്കാനോ പിറക്കാനോ ഒന്നും പറ്റാണ്ട്, ആ ഉമ്മയോടും ഒന്നും സംസാരിക്കാനോ ഒന്നും പറ്റാണ്ടുള്ള അവസ്ഥയെ. ഇപ്പം ആ ശബ്ദം കേട്ടപ്പോൾ ആ പെറ്റമ്മയുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ. എൻ്റെ ദൈവമേ, ശരിക്കും ആ ന്യൂസുകളെല്ലാം ഞാൻ ഇപ്പം കാണാറുണ്ട് കേട്ടോ. കാണുമ്പോഴത്തേനും ഉണ്ടല്ലോ അറിയാണ്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും അല്ലേ. അതിനകത്ത് ഏറ്റവും എടുത്തെടുത്ത് പറയേണ്ട ഒരു ബഹുമാനപ്പെട്ട സ്ഥാനം ഉള്ള ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ സാറ്. ഈ പറഞ്ഞ കണക്ക് ശരിക്കും ഓരോ പരിപാടികൾ കാണിക്കുമ്പോഴും നർമ്മം കലർത്തി കോമഡി മാതിരിയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കും, ഇത്രയും വലിയൊരു കോടീശ്വരൻ ഒരു ജാടയില്ലാണ്ട് ഇങ്ങനെ കാണിക്കുന്നല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ആ ഉള്ളിയുടെ ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് പുള്ളി കാണിച്ചല്ലേ. ആൾക്ക് വലിയൊരു ബിഗ് സല്യൂട്ട്. ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ കട്ടപ്പനയിലുണ്ട് ബോബി ചെമ്മണ്ണൂർ. ഞാൻ ഇതുവരെ സത്യത്തിൽ ആ കട കയറുകയോ ഒരു സാധനം വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു കേട്ടോ, ഇനി എന്തെങ്കിലും കുഞ്ഞു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് പോകണം. നമ്മളെ സിയാറേട്ടനെ ഉപേക്ഷിക്കാമെന്നല്ല, എന്നാലും നമുക്ക് അവിടെ എനിക്കൊന്ന് പോകണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു കേട്ടോ. ഓർത്ത് ഞാൻ വിചാരിച്ചു. കാരണം എത്രയാന്ന് പറഞ്ഞാലും ഇത്രയും അധികം 1 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ എന്നല്ലേ കൂടിയാലും കൂട്ടാൻ പറ്റുമോ? അതിനേലും ഒരു മനുഷ്യന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ അത്രയും ഒരു തുകയൊക്കെ കൊടുക്കാനായിട്ടുള്ള ആ ഒരു വലിയ മനസ്സിന് എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ലല്ലേ. അതേ ഉള്ളൂ, ബിഗ് സല്യൂട്ട്, അതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ.
അപ്പം പുള്ളിക്ക് ദൈവം ചൈതന്യം ആ ഉള്ളിൽ ആ ഹൃദയത്തിലുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നത്. അപ്പം ഇനിയും അങ്ങനെ ഇഷ്ടം പോലെ കോടികൾ ആൾക്ക് ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. നല്ലൊരു കാര്യമല്ലേ ചെയ്ത്. എന്നിട്ടും കണ്ടോ പുള്ളി എന്താ പറയുക, അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തപ്പോഴത്തേനും തന്നെ കുറേ എണ്ണം അതിൻ്റെ പുറകിൽ പോയി ഫേക്കായിട്ട് ബക്കറ്റ് ഉരുവും കാര്യങ്ങളും നടത്തി. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു കാര്യം. എന്തെങ്കിലും സത്യമായിട്ട് നല്ല രീതിയിൽ ഒരു മനുഷ്യൻ ചെയ്യാൻ ശ്രമിച്ചാലും അതിനെ വളച്ചൊടിച്ച് വേറൊരു രീതിയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം ഇറങ്ങിത്തിരിക്കും. എന്തായാലും ആള് പിന്നെ പത്രസമ്മേളനം ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട്, പബ്ലിക്കിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ ഞാൻ കൊടുക്കാമെന്ന് ഏറ്റത് തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് ഉരുവും കൊണ്ടൊന്നും നടക്കുന്നവർ നമ്മുടെ ഇതല്ല. പിന്നെ എന്തൊരു നല്ല പ്രവൃത്തി ചെയ്താലും ഇങ്ങനെ കുറേ ഇത് കേൾക്കും. പക്ഷേ എനിക്കത് ബാധകമല്ല, എന്നാലും അറിയിക്കാൻ വേണ്ടി പറഞ്ഞാൽ അയ്യോ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇത് തോന്നി കേട്ടോ. സത്യമായിട്ടും ഭയങ്കര ഒരു ബഹുമാനവും ഒത്തിരി ഇത് തോന്നി. അങ്ങനെയൊന്നും സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കാണുന്നു, ഇങ്ങനെ എന്നാ പറയുന്നത്, പുള്ളിയുടെ ഇതൊക്കെ വാർത്തയ്ക്കകത്ത് ഇതിനകത്ത് കാണുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു അറ്റാച്ച് ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് യൂസഫ് അലി സാറിന് ഭയങ്കര ഒരു അറ്റാച്ചാണ് കേട്ടോ. ഭയങ്കര അറ്റാച്ച് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അറ്റാച്ചാണ്. അത്രയും നല്ലൊരു ഹൃദയത്തിന് ഉടമയാണ് ഈ യൂസഫ് അലി സാർ എന്ന് പറഞ്ഞ കണക്ക് ആ സാറിനോടൊപ്പം എനിക്ക് ചേർത്ത് നിർത്താൻ തോന്നി കേട്ടോ ഈ ബോബി ചെമ്മണ്ണൂർ സാറിനെയും. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടില്ലേ വാർത്തയൊക്കെ. അപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി കേട്ടോ. എന്തായാലും ആ ആള് പെട്ടെന്ന് തന്നെ നാട്ടിൽ വരാനും ഒക്കെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. അതല്ലേ നമുക്ക് ഈ നോയമ്പ് കാലമൊക്കെ കഴിഞ്ഞ സമയത്ത് ഓടി വരാനായിട്ട് വീട്ടിൽ വരാനായിട്ട് ഉള്ള എല്ലാ വഴിയും ദൈവം തെളിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലേ. എൻ്റെ ദൈവമേ, കുറേ ദിവസം കൊണ്ട് ഞാൻ ഇത് വീഡിയോയ്ക്ക് അത് പറയണമെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എല്ലാം കൂടെ ഓർത്തിരിക്കുകയല്ലോ. അതാ ഞാൻ കുറേ ദിവസം കൊണ്ട് ഓർത്തുകൊണ്ടിരുന്ന കാര്യമാണ്, അയ്യോ ഇത് വീഡിയോയ്ക്ക് അത് പറയണം. അതന്നെ ശ്രീകൂട്ടം വന്നിട്ട് കോഴീനെയൊക്കെ നോക്കി കേട്ടോ. എന്നിട്ട് പറഞ്ഞാൽ അപ്പച്ചി അങ്ങനെയല്ല വെക്കേണ്ടത്, ഇത് നമുക്ക് 4 തൂണിട്ട് അവിടെ സെറ്റാക്കി വെക്കാം. അടുത്ത ദിവസം ഇപ്പം എനിക്ക് 2-3 ദിവസം കൂടെ ഭയങ്കര തിരക്കാ, അത് കഴിയട്ടെ, ഞാൻ അവിടെ വന്ന് 4 തൂണുണ്ടാക്കി വെച്ചേരെ, എന്നിട്ട് ഞാൻ അവിടെ വന്ന് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവൻ 14,000 രൂപയ്ക്കായിട്ടായത് പറഞ്ഞു കേട്ടോ ഒരു കോഴിക്കൂട് കൊടുത്തപ്പം. അപ്പോൾ 19 കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടുണ്ട്. അവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇങ്ങനെ കോഴീനെ ആണെങ്കിലും മുയലിനെ ആണെങ്കിലും ആടിനെ ആണെങ്കിലും ഒക്കെ വളർത്താൻ ഭയങ്കര ഒരിഷ്ടമാണ്. അതിൻ്റെ കൂടുതൽ അവർ മോളമയും കുട്ടയാണെങ്കിലും കട്ട സപ്പോർട്ടായിട്ടിരിക്കും. അതുകൊണ്ട് അവിടെ നടക്കും എല്ലാ കാര്യങ്ങളും. നമുക്ക് അത്ര ഉള്ള ഒരു ദിവസം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ ഇച്ചിരി ഇടയൊക്കെയല്ലേ ഉള്ളൂ, അതുകൊണ്ടൊക്കെ വേണ്ടെന്ന് നോക്കുന്നു. പക്ഷെ അവൻ ഇന്ന് എന്നോട് പറയാം, സുഖമായിട്ട് നോക്കിയാൽ 5-8 കോഴിയെ വളർത്താം, ഇച്ചിരി നല്ലൊരു കൂടുണ്ടാക്കിയാൽ മതി, അങ്ങനെ ഇങ്ങനെയൊന്നും. ഞാനുണ്ടല്ലോ, ഞാൻ ശ്രീകൂട്ടനും പിന്നെ ചേട്ടായും കൂടി ഇപ്പോൾ ചായയും താഴേന്ന് കൊണ്ടുവന്ന വിശ്വട ഇവിടെ ഇരിക്കുകയല്ലായിരുന്നു, കഴിച്ചില്ലായിരുന്നു. അതിപ്പോൾ കഴിച്ചു കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഈ മധുരം കഴിച്ച് കഴിയുമ്പോഴത്തേന് കയറി വരും. അങ്ങനെ കയറി വരുന്നത്. അവനും വിശ്വയുടെയും ചായയൊക്കെ കുടിച്ചിട്ട് പോയി, കഴിഞ്ഞിട്ടൊക്കെ തന്നിട്ട് ഇന്നൊരു 5 മണിയാകുമ്പോൾ വന്നത്. ഇപ്പോഴാണ് പോയത് കേട്ടോ. ആൾ കുറേ സമയം ഉണ്ടായിരുന്നു ഇവിടെ. ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇപ്പം നമുക്ക് ചേട്ടായിക്കാണെങ്കിലും പിള്ളേരെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും പിന്നെ ഭയങ്കര ഇതാണ്. അവനുമായിട്ട് കുസ്തിയും പിടിച്ച് അവനുമായിട്ട് കൂട്ടും കൂടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇത്രയും നേരം. ഞാൻ ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ. പിന്നെ കുട്ടായുടെ കാര്യം പറയാം കേട്ടോ. കുട്ടായിക്കാണെങ്കിലും ഈ ചെടിയോ നടന്നോ കുട്ടായുടെ കൈ കൊണ്ട് എന്ത് വലിച്ചിട്ടാലും കിളുക്കും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറയാമായിരുന്നു കുഞ്ഞിനെ ആണേലും. അപ്പോൾ ചെടിയൊന്ന് നട്ടോളാൻ പറഞ്ഞു പോയി. അപ്പോൾ ഇപ്പം നിറച്ച് ചെടി നടിയിലാണ് പരിപാടികളാണ്. ഞാൻ പറഞ്ഞു മഴയാട്ടേടാ, ഞാൻ വന്ന് എനിക്ക് അതിൻ്റെ ഓരോ കമ്പ് ഉദാഹരണം കൊണ്ട് നടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇല്ലാത്തൊരു സംഭവം ഇന്ന് ചെയ്ത് ഈയിടെ എല്ലാമായിട്ട് ഇച്ചിരി ഉറക്കമുണ്ട്. എന്നാന്ന് വെച്ചാൽ സന്തോഷിൻ്റെയൊക്കെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ദിവാങ്കോട്ട് കാണുമ്പോഴേ എനിക്ക് ഉറക്കം വരും. എന്നാ വെയിലത്ത് ഈ വണ്ടി ഓടിച്ചിട്ട് തളർന്ന് കുത്തിച്ചെന്ന് പിന്നെ അവൾ എന്തെങ്കിലും ഇച്ചിരി ജ്യൂസോ വെള്ളം എന്തെങ്കിലും തന്നു കഴിഞ്ഞുണ്ടല്ലോ, അപ്പോഴേ അവിടെ കയറി കിടക്കും. ഞാൻ പറഞ്ഞു ഈ ദിവാങ്കോട്ട് ശരിയല്ല, ഇതെന്തോ ഉറക്കത്തിൻ്റെ ഇതിനെന്തോ സംഭവം ഉണ്ടെന്ന്. ഞാൻ പകൽ ഉറക്കത്തില്ലാത്ത ഞാനാ. അതുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവത്തേരോട്ട് കിടന്നിട്ടുണ്ട്. ആ സെറ്റിയിലാണ്ടോ അതെ ദിവാങ്കോട്ടല്ലോ അതെ കിടന്ന് അന്നേരം ഉറക്കം വരും കേട്ടോ. എന്ന് പറഞ്ഞോണെങ്കിൽ ഇന്ന് പകൽ ചേട്ടായി ലേറ്റായി 2:30 ആയപ്പോഴല്ലേ വന്നത്. പിന്നെ ചോറും കഴിച്ച് ചേട്ടായും കിടന്നുറങ്ങി, ഞാനും കുറച്ച് നേരം കിടന്നുറങ്ങി. അന്നേരം അനശ്വരമോളും കല്യാണിക്കുട്ടി ആരിനോട് വന്ന് ബെല്ലടിച്ചു. ഞാൻ ചെന്ന് കഥക് തുറന്ന് ഒരു 2-3 മിനിറ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് വിഷുവിൻ്റെ ആ ഇതൊക്കെ അങ്ങ് പോയി. പിന്നെ അനശ്വരമോക്ക് കൈനീട്ടം കൊടുക്കാൻ മറന്നു പോയി കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞ സിന്ധോമ കിടക്കുമായിരുന്നു മോനെ, ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണ് കിറുങ്ങുന്ന മാതിരി വരുന്നടി എന്ന് പറഞ്ഞപ്പോൾ അന്നാ സിന്ധോമ ഉറങ്ങിക്കോ കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പിള്ളേർ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് അനശ്വരമോക്ക് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന കാര്യം വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകിട്ട് ശ്രീകുണ്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അയ്യോ കൊച്ചിനെ. ഞാൻ ഏതേനെ വിളിച്ചു എടി അവളോട് കയറി വരാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം അവൾ ഫോൺ എടുത്തിട്ട് ഇപ്പം എന്നെ വിളിച്ചിട്ട് ചോദിക്കുക എന്തിനാ ചേച്ചി വിളിച്ചേക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞടി അനശ്വരമോക്ക് കൈനീട്ടം കൊടുക്കാൻ മറന്നു പോയായിരുന്നടി, ഞാൻ ഉറങ്ങിപ്പോയി മറന്നു പോയെന്ന്. ആണോ, ആ സാരമില്ല, അടിച്ചെറിയ ഉറങ്ങിപ്പോയി, ഇന്ന് കുഞ്ഞുങ്ങൾ നേരത്തെ കയറിക്കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞു. അയ്യോ കല്യാണിക്കും ആര്യനും ഭയങ്കര സന്തോഷമാണ് ഉറക്കുന്നത്. ഞങ്ങൾക്ക് സിന്ധുമേ ഇത്ര രൂപ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരു 3-4 പ്രാവശ്യം കയറി വന്ന് എന്നോട് പറഞ്ഞു കേട്ടോ, ഇത്ര രൂപ കിട്ടിയിട്ട്.
എൻ്റെ ദൈവമേ, ചേട്ടായി വന്നപ്പോൾ ചേട്ടായി വിളിച്ചു കല്യാണീനെ. അന്നേരം അനശ്വര വന്നിട്ടില്ലായിരുന്നു, അതാ പറ്റിയത്. കല്യാണീനെയും ചേട്ടായി അങ്ങൊന്ന് വന്നപ്പോഴേ രണ്ടെണ്ണം വിട്ടു ഇപ്പോഴായിരുന്നു വരാൻ പറഞ്ഞു. പിന്നെ ചേട്ടായിയും കൈനീട്ടം കൊടുത്ത് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് അതൊക്കെയല്ലേ ഒരു സന്തോഷം അല്ലേ, നമുക്ക് അതൊക്കെയാണ് വേണ്ടതും അല്ലേ. എല്ലാം കുഞ്ഞുങ്ങൾക്ക് എല്ലാം അറിയാം, അവരുടെ ഒരു സന്തോഷം. അല്ല ഇനിയിപ്പോൾ അനശ്വര പോക്ക് നാളെ രാവിലെ കൊടുക്കും, വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം കൊടുക്കുക. അല്ല പിന്നെ പിള്ളേർക്ക് അങ്ങനത്തെ ഇതില്ലല്ലോ, എന്തായാലും കൊടുത്തില്ലെങ്കിൽ ഒരു വിഷമമായി പോകും എന്നാ പറഞ്ഞാലും. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നെ കഴിഞ്ഞ ദിവസം സന്തോഷിൻ്റെ അവിടെ പോയപ്പോഴത്തേനും സിന്ധു ഞാൻ പറഞ്ഞു വണ്ണം ഭയങ്കരമായിട്ട് വീണ്ടും കൂടുക എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവൾ ചുരിദാർ തയ്ച്ചില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എടി ലൂസാക്കി ഇട്ടാരെ, എനിക്ക് വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഇച്ചിരി ലൂസാണ് നല്ലത് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം കൂടുകയെന്ന് പറഞ്ഞപ്പോഴത്തേനും ചിപ്പിമോള് എടുത്ത് ഒരു സംഭവം തന്നിട്ട് കളിച്ചോ എന്ന് പറഞ്ഞിട്ട് കളിച്ച ഒരു ഭാഗമൊക്കെ ഉണ്ട്, അത് കൂടെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ശകലവും കൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം, നിങ്ങൾക്കുള്ള സർപ്രൈസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടനോട് ഒന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ആയിരുന്നു എല്ലാവർക്കും. ടാറ്റാ.